നമസ്കാരം, വെൽക്കം ടു KPSC 2.0. നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് ഇന്ന് നടന്ന 10th പ്രിലിംസിൻ്റെ ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ്. ഇനി നമ്മൾ എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ടല്ല ചെയ്യുന്നത്, ജസ്റ്റ് ചോദ്യവും അതിൻ്റെ ഉത്തരങ്ങളുമാണ് നമ്മളിന്ന് പരിശോധിക്കുന്നത്. എക്സാം എഴുതിയ എല്ലാവർക്കും എക്സാം എളുപ്പമായിരുന്നു എന്ന് വിശ്വസിക്കുന്നു. അത്യാവശ്യം നിലവാരമുള്ള ചോദ്യമായിരുന്നു എല്ലാം വന്നത്. നമുക്ക് ഈസി ആയിട്ട് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റിയ ചോദ്യങ്ങളും ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ അല്പം ടഫായ ചോദ്യങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ ഇന്നത്തെ ചോദ്യം അതിൻ്റെ ഉത്തരങ്ങളും നമുക്ക് നോക്കാം. എത്ര മാർക്ക് എല്ലാവർക്കും സ്കോർ ചെയ്യാൻ പറ്റിയെന്ന് പറയണം. ഒന്നാമത്തെ ചോദ്യം, 16ാം കേരള നിയമസഭാ തിരഞ്ഞെടുപ്പ് നടന്നത് എന്നാണ്? ശരിയായ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, 2026 ഏപ്രിൽ 9. രണ്ടാമത്തെ ചോദ്യം, രണ്ടാം ബുദ്ധൻ എന്ന വിശേഷണമുള്ള സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ശ്രീനാരായണ ഗുരു. രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിക്കുന്നത് ശ്രീനാരായണ ഗുരുവിനെയാണ്. ചോദ്യം 3, 2025 ഓടക്കുഴൽ പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, EV രാജഗോപാൽ. ഇതൊരു കറണ്ട് അഫെയർ ഭാഗത്ത് നിന്ന് വന്ന ചോദ്യമാണ്. അപ്പോൾ ഓടക്കുഴൽ അവാർഡ്, വയലാർ അവാർഡ് തുടങ്ങിയ പ്രധാനപ്പെട്ട എല്ലാ അവാർഡുകളും റീസെൻ്റ് ആയിട്ട് ആർക്കാണ് കിട്ടിയതെന്ന് പഠിച്ചിട്ട് വേണം അടുത്ത എക്സാമിന് പോവാൻ. ഉറപ്പായിട്ടും അങ്ങനെ ചോദ്യം അടുത്ത ലെവൽ എക്സാമിനും ഉറപ്പായിട്ടും ഉണ്ടാവും. ചോദ്യം 4, കേരള സർക്കാരിൻ്റെ പരമോന്നത കായിക ബഹുമതി ഏതാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്, GV രാജ അവാർഡ്. അടുത്ത ചോദ്യം 5, പ്രാചീന മലയാളം ആരുടെ രചനയാണ്? ഉത്തരം ചട്ടമ്പി സ്വാമികൾ. ഇത് നമുക്ക് എപ്പോഴും റിപ്പീറ്റ് ആയിട്ട് വരുന്നൊരു ചോദ്യമാണ്, പ്രാചീന മലയാളം ചട്ടമ്പി സ്വാമികൾ. ചോദ്യം 6, രാഷ്ട്രപതി ദ്രൗപദി മുർമു ഏത് സംസ്ഥാനത്ത് നിന്നുള്ള വ്യക്തിയാണ്? ശരിയായ ഉത്തരം ഡി ആയിരുന്നു, ഒഡീഷ. അടുത്ത ചോദ്യം 7, ലോഹങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് സ്വർണമാണ്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആയിരുന്നു. എട്ടാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് ഡിജിറ്റൽ വാട്ടർ ഉച്ചകോടി 2026 നടന്നത് എവിടെ? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ഉത്തരം, ബംഗളൂരു. ഒൻപതാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ സ്പോർട്സ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ശരിയായ ഉത്തരം കൊൽക്കത്തയാണ്, ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ കറക്റ്റ് ഉത്തരം. പത്താമത്തെ ചോദ്യം, തൃശൂർ നഗരത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്ന ഭരണാധികാരി ആരായിരുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്, രാമവർമ്മ ശക്തൻ തമ്പുരാനാണ് തൃശൂർ നഗരത്തിന്റെ ശില്പി. 11ാമത്തെ ചോദ്യം, ചലം നദി വക്രവലയങ്ങൾ രൂപപ്പെടുത്തുന്നതിന് കാരണമായി ഭവിച്ച തടാകം ഏത്? ഓപ്ഷൻ എ ആണ് കറക്റ്റായ ഉത്തരം, വൂളാർ. 12ാമത്തെ ചോദ്യം, സമാധാനത്തിന്റെ പാലം എന്നറിയപ്പെടുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, അമാൻ സേതു. 13ാമത്തെ ചോദ്യം, പ്രാചീന കാലത്ത് ബംഗാളിൽ സേനാർ താഴ്വരയെയും സിന്ധു താഴ്വരയെയും ബന്ധിപ്പിക്കുന്ന പാത ഏതാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ്, ഷാഹി പാത. 14ാമത്തെ ചോദ്യം, എണ്ണപ്പാടം അടിസ്ഥാനമാക്കിയുള്ള ഇന്ത്യയിലെ എണ്ണ ശുദ്ധീകരണശാല ഏതാണ്? ഇതും ഒരു റിപ്പീറ്റഡ് ചോദ്യമാണ്, നമുക്ക് എല്ലാവർക്കും ഇതിൻ്റെ ഉത്തരം അറിയാം. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്, ദിഗ്ബോയ്. അടുത്ത ചോദ്യം 15, പഞ്ചപ്രയാഗ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ശരിയായ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, ഉത്തരാഖണ്ഡ്, ഹിമാലയം. അടുത്ത ചോദ്യം 16, ഇന്ത്യയിൽ യുറേനിയം നിക്ഷേപം കാണപ്പെടുന്നത് എവിടെയാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്, ധാർവാർ ശിലകൾ. അടുത്ത ചോദ്യം 17, ഇന്ത്യയിലെ വാതകോർജ നിലയം ഏതാണെന്നാണ്? ശരിക്കും ഇതിൽ കറക്റ്റായുള്ള ഒരു ഉത്തരമില്ല, അതുകൊണ്ട് തന്നെ ഈ ചോദ്യം എന്ന് പറയുന്നത് ഒരുപക്ഷെ PSC ക്യാൻസൽ ചെയ്യാനാണ് സാധ്യത. ചോദ്യം 18, ഹിമാലയത്തിലെ ലവണജല തടാകം ഏതാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, രാഗാസ്. ചോദ്യം 19, മൊളായ്സിസ് തടാകം എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ സംസ്ഥാനം? ശരിയായ ഉത്തരം മിസോറാം ആണ്, ഓപ്ഷൻ ബി. അടുത്ത ചോദ്യം 20, ഇന്ത്യയിലെ ഏറ്റവും വലിയ തുരങ്ക റെയിൽ പാത ഏതാണ്?
ശരിയായ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. പീർ പഞ്ചൽ പാതയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ തുരങ്ക റെയിൽ പാത. അടുത്ത ചോദ്യം 21. സ്വതന്ത്ര ഭാരതത്തിലെ ആദ്യ മന്ത്രിസഭയിൽ വാർത്താവിനിമയ വകുപ്പ് മന്ത്രി ആരായിരുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്. റാഫി അഹമ്മദ് കിദ്വായി. അടുത്ത ചോദ്യം നോക്കാം. ചോദ്യം 22. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നതിനെ ഇന്ത്യയുടെ കേന്ദ്ര നേതൃത്വം ആദ്യം അംഗീകരിക്കാത്തതിന് കാരണം എന്താണ്? ഇതിന്റെ ശരിയായ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. 2ഉം 3ഉമാണ് ശരിയായ കാരണങ്ങൾ. അതായത് വിഘടനവാദ ഭീഷണി ഇല്ലാതാക്കൽ, രാജ്യത്തിന്റെ ഐക്യം കാത്തു സൂക്ഷിക്കാൻ എന്നിവയാണ് ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നതിനെ ഇന്ത്യയുടെ കേന്ദ്ര നേതൃത്വം ആദ്യം അംഗീകരിക്കാതിരുന്നതിന് കാരണങ്ങൾ. ചോദ്യം 23. ബോംബെ പ്ലാനുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകൾ ഏതാണ്? ഇവിടെ 4 പ്രസ്താവനകൾ തന്നിട്ടുണ്ട്. ഇതിൽ തെറ്റായ പ്രസ്താവനയായിരുന്നു നമ്മൾ കണ്ടെത്തേണ്ടത്. ഇവിടെ ശരിയായ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആയിരുന്നു. 1ഉം 3ഉം. അതായത് തെറ്റായ പ്രസ്താവനകൾ ഞാൻ വായിക്കുന്നില്ല. ശരിയായ പ്രസ്താവനകൾ നമുക്ക് നോക്കാം. വ്യാവസായികവും സാമ്പത്തികവുമായ നിക്ഷേപങ്ങളിൽ രാഷ്ട്രം മുൻകൈ എടുക്കണമെന്ന ആവശ്യം ഉന്നയിച്ചു. ആസൂത്രിത സമ്പദ് വ്യവസ്ഥയ്ക്കുള്ള നിർദ്ദേശങ്ങൾ തയ്യാറാക്കി. ഇവയായിരുന്നു തന്നിരിക്കുന്നത് ശരിയായ പ്രസ്താവന. 1ഉം 3ഉം തെറ്റായ പ്രസ്താവനയായിരുന്നു. അടുത്ത ചോദ്യം 24. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിച്ച INA സംരക്ഷണ സമിതിയിൽ അംഗമല്ലാതിരുന്നത് ആരാണ്? ശരിയായ ഉത്തരം എന്ന് പറയുന്നത് ബി ആണ്. ക്യാപ്റ്റൻ ലക്ഷ്മി. ചോദ്യം 25. 1939 നടന്ന അഖിലേന്ത്യാ നാട്ടുരാജ്യ പ്രജാ സമ്മേളനവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ഇവിടെ 4 പ്രസ്താവനകൾ തന്നിട്ടുണ്ട്. ഇത് ശരിയായ പ്രസ്താവനകൾ എന്ന് പറയുന്നത് 1ഉം 2ഉമാണ്. ഇന്ത്യയുടെ ഐക്യം എന്ന സങ്കല്പത്തിന് കരുത്തേകി, പൗരാവകാശങ്ങൾ നാട്ടുരാജ്യത്തിലെ പ്രജകൾക്ക് നൽകണമെന്ന് വാദിച്ചു. ഇവ 2ഉമാണ് ശരിയായ പ്രസ്താവനകൾ. അപ്പോൾ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം 26. താഴെ പറയുന്നവയിൽ കേന്ദ്രീകൃത ആസൂത്രണത്തിന്റെ വിമർശകനായിരുന്ന വ്യക്തി ആരായിരുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്. എം വിശ്വേശ്വരയ്യ. ചോദ്യം 27. ഡോക്ടർ KN രാജുവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകൾ കണ്ടെത്തുക. തെറ്റായ പ്രസ്താവനയാണ് കണ്ടെത്തേണ്ടത്. ഇവിടെ തെറ്റായ പ്രസ്താവനകൾ എന്ന് പറയുന്നത് 1ഉം 2ഉമാണ്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം. ചോദ്യം 28. ക്വിറ്റ് ഇന്ത്യ സമരനായിക എന്നറിയപ്പെടുന്നത് ആരാണ്? റിപ്പീറ്റഡ് ചോദ്യമാണ്. ശരിയായ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. അരുണ ആസിഫ് അലി. അടുത്ത ചോദ്യം 29. ഏത് സത്യാഗ്രഹത്തിന്റെ പ്രചാരണ സമയത്താണ് നേതാവ് എന്നർത്ഥമുള്ള സർദാർ എന്ന വിളിപ്പേര് വല്ലഭായ് പട്ടേലിന് ലഭിച്ചത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്. ബർദോളി സത്യാഗ്രഹം. ചോദ്യം 30. ചപ്പാത്തി പ്രസ്ഥാനം സ്വാതന്ത്ര്യ സമരത്തിലെ ചോദ്യം 30. ചപ്പാത്തി പ്രസ്ഥാനം സ്വാതന്ത്ര്യ സമരത്തിലെ ഏത് സംഭവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ശരിയായ ഓപ്ഷൻ ബി ആണ്. 1ാം സ്വാതന്ത്ര്യ സമരം. അടുത്ത ചോദ്യം 31. വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത്? ഇവിടെ നമ്മൾ തെറ്റായ പ്രസ്താവനയാണ് കണ്ടുപിടിക്കേണ്ടത്. ഇതിൽ 3ഉം 4ഉം ഓപ്ഷനുകൾ തെറ്റാണ്. അല്ലെ 3ഉം 4ഉം പ്രസ്താവനകൾ തെറ്റാണ്. അപ്പൊ കറക്റ്റായ ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. അടുത്ത ചോദ്യം 32. മനുഷ്യാവകാശ കമ്മീഷന്റെ അധികാരങ്ങളിൽ ഉൾപ്പെടുന്നത് ഏതെല്ലാം? ഇവിടെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ 1ഉം 2ഉം 4ഉമാണ് മനുഷ്യാവകാശ കമ്മീഷന്റെ അധികാരങ്ങളിൽ ഉൾപ്പെടുന്നത്. തടവറകളിലെ അതിക്രമം തടയൽ, ഭരണനിർവഹണ രംഗത്തെ പരിഷ്കാരങ്ങൾ, പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാരുടെ മനുഷ്യാവകാശ നിഷേധങ്ങൾ ഇല്ലാതാക്കൽ. ഇവയാണ് ശരിയായ പ്രസ്താവനകൾ. അടുത്ത ചോദ്യം 33. ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് ആരാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. വാഗ്പടാനന്ദൻ. അടുത്ത ചോദ്യം 34. അന്തർദേശീയ തലങ്ങളിൽ പ്രശസ്തി നേടിയ മനുഷ്യാവകാശ സംഘടനകളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഇവിടെ ഒരു ചെറിയ തെറ്റ് പറ്റിയിട്ടുണ്ട്. ഓപ്ഷൻ സി ആയിരുന്ന സിറ്റിസൺ ഫോർ ഡെമോക്രസിയും
നാലാമത്തെ ഗ്ലോബൽ വാച്ചും എന്ന് പറയുന്ന രണ്ടും അന്താരാഷ്ട്ര തലത്തിൽ പ്രശസ്തി നേടിയ മനുഷ്യാവകാശ സംഘടനകളിൽ ഉൾപ്പെടാത്ത സംഘടനകളാണ്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഈ ചോദ്യം ക്യാൻസൽ ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട്. ചോദ്യം 35. ഭരണഘടനാ നിർമ്മാണ സഭ ഔദ്യോഗികമായി ഇന്ത്യയുടെ ദേശീയ പതാക അംഗീകരിച്ച ദിവസം ഏതാണ്? റിപ്പീറ്റഡ് ചോദ്യം, എല്ലാവർക്കും ഉത്തരം അറിയാവുന്ന ചോദ്യമാണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം. 1947 ജൂലൈ 22. ചോദ്യം 36. സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷൻ ആരാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്, വി ഹരിനായർ. ചോദ്യം 37. ഭരണഘടനയുടെ ഭാഗം 4A പ്രതിപാദിക്കുന്നത് എന്തിനെ കുറിച്ചാണ്? ഇവിടെ ശരിയായ ഓപ്ഷൻ എന്ന് പറയുന്നത് ബി ആണ്, അതായത് മൗലിക കർത്തവ്യങ്ങളെ കുറിച്ചാണ് ഭരണഘടനയുടെ 4A പ്രതിപാദിക്കുന്നത്. ചോദ്യം 38. വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കുവാനുമാണ് എന്ന പ്രഖ്യാപനത്തോടെ ശ്രീനാരായണ ഗുരു സർവമത സമ്മേളനം വിളിച്ചു ചേർത്തത് എവിടെ വെച്ചാണ്? അതായത് സർവമത സമ്മേളനം നടന്ന സ്ഥലമാണ് ചോദിച്ചിരിക്കുന്നത്. ശരിയായ ഉത്തരം സി, ആലുവയാണ്. അടുത്ത ചോദ്യം നോക്കാം. ചോദ്യം 39. ചൂഷണത്തിൽ നിന്നും മോചനം നേടാനുള്ള അവകാശങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ഇവിടെ തന്നിരിക്കുന്നതിൽ ഓപ്ഷൻ ഡി ആണ് കറക്റ്റായ ആൻസർ, അതായത് പ്രസ്താവനകൾ 2ഉം 4ഉമാണ് ശരി. സ്ത്രീകൾക്കും കുട്ടികൾക്കും പ്രത്യേക സംരക്ഷണം ഉറപ്പാക്കുന്നു. അടിമത്തം, തക്കതായ പ്രതിഫലം ലഭിക്കാത്ത നിർബന്ധിച്ച് ജോലി ചെയ്യിക്കൽ എന്നിവ നിരോധിക്കപ്പെട്ടിരിക്കുന്നു. അടുത്ത ചോദ്യം 40. ഇന്ത്യയുടെ ഭരണഘടനാ പ്രകാരം ഓരോ ഇന്ത്യൻ പൗരന്റെയും മൗലിക കർത്തവ്യങ്ങളിൽ ഉൾപ്പെടുന്നവ തിരഞ്ഞെടുത്തെഴുതുക. ഇവിടെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ 4ഉം മൗലിക കർത്തവ്യങ്ങളുമായി ബന്ധപ്പെട്ടവയാണ്. അപ്പൊ ശരിയായ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. ഭാരതത്തിന്റെ പരമാധികാരവും ഐക്യവും അഖണ്ഡതയും നിലനിർത്തുകയും സംരക്ഷിക്കുകയും ചെയ്യുക. നമ്മുടെ സാംസ്കാരിക സമന്വയത്തിന്റെ സമ്പന്നമായ പാരമ്പര്യത്തെ വിലമതിക്കുകയും നിലനിർത്തുകയും ചെയ്യുക. ശാസ്ത്രീയമായ കാഴ്ചപ്പാടും മാനവികതയും അന്വേഷണത്തിനും പരിഷ്കരണത്തിനുമുള്ള മനോഭാവം വികസിപ്പിക്കുക. പൊതുസ്വത്ത് സംരക്ഷിക്കുകയും ശപഥം ചെയ്ത് ആക്രമണം ഉപേക്ഷിക്കുകയും ചെയ്യുക. ഇവയെല്ലാം നമ്മുടെ മൗലിക കർത്തവ്യങ്ങളിൽ പെടുന്നവയാണ്. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ചോദ്യം 41. പ്രാചീന തുറമുഖമായ മുസിരീസ് ഇതിൽ ഏത് സ്ഥലമാണ്? പണ്ടത്തെ മുസിരീസ് എന്ന് പറയുന്നത് ഇന്നത്തെ കൊടുങ്ങല്ലൂരാണ്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. ചോദ്യം 42. തമിഴ്നാടിനെ കേരളവുമായി ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ്? ഇവിടെ ശരിക്കും 2 ഉത്തരങ്ങളുണ്ട്. ഇവിടെ നൽകിയിരിക്കുന്ന 2 ഉത്തരങ്ങളും ഈ ഒരു ചോദ്യത്തിന് ശരിയായി വരുന്നതാണ്. അതായത് പാലക്കാട് ചുരവും കുമിളച്ചുരം, കമ്പം ചുരം എന്നറിയപ്പെടുന്ന കുമിളച്ചുരവും തമിഴ്നാടിനെയും കേരളത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ഈ ചോദ്യം ക്യാൻസൽ ആവാനുള്ള സാധ്യതയും ഉണ്ട്. ചോദ്യം 43. മലയാള സിനിമയുടെ പിതാവ് എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെയാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, JC ഡാനിയൽ. ചോദ്യം 44. കേരളത്തിന്റെ ഔദ്യോഗിക പുഷ്പം. ഉത്തരം എല്ലാവർക്കും അറിയാം, സിമ്പിൾ ആയിരുന്നു. ഓപ്ഷൻ എ, കണിക്കൊന്ന. അടുത്ത ചോദ്യം 45. ആസാമിൽ നടന്ന 79ാമത് സന്തോഷ് ട്രോഫി കിരീടം നേടിയതാര്? ഉത്തരം ഓപ്ഷൻ ബി ആയിരുന്നു, സർവീസസ്. ചോദ്യം 46. കേരളത്തിലെ ആദ്യ ജലവൈദ്യുതി പദ്ധതി. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ഉത്തരം, പള്ളിവാസൽ. ചോദ്യം 47. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്, പെരിയാർ. ചോദ്യം 48. 5 വണ്ണം എന്നാൽ എന്താണ്? ഇതിന്റെ ശരിയായ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, വാണിജ്യ സംഘം. ചോദ്യം 49. കേരളത്തിലെ ആദ്യത്തെ എക്കോ ടൂറിസം പദ്ധതി. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്, തെന്മല. ചോദ്യം 50. തട്ടേക്കാട് പക്ഷി സങ്കേതം ഇതിൽ എവിടെയാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്, എറണാകുളം. അടുത്ത ചോദ്യം 51. ഇന്ത്യയിലെ പല ഭാഗങ്ങളിൽ നടന്ന ഗോത്രവർഗ കലാപങ്ങളിൽ പെടാത്തത്. ഓപ്ഷനിൽ തന്നെ നമുക്ക് ഉത്തരം കണ്ടെത്താൻ പറ്റുമായിരുന്നു. ഇതിന്റെ ശരിയായ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, മാപ്പിള കലാപം. ചോദ്യം 52. പഴശ്ശി കലാപത്തിന്റെ പ്രധാന കാരണങ്ങളിൽ പെടുന്ന പ്രസ്താവന ഏതാണ്? ശരിയായ പ്രസ്താവനകൾ എന്ന് പറയുന്നത് 1ഉം 3ഉമാണ്. ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയവും
വയനാട് കൈയടക്കാനുള്ള ബ്രിട്ടീഷുകാരുടെ നീക്കവുമായിരുന്നു പഴശ്ശി കലാപത്തിന്റെ പ്രധാന കാരണങ്ങളിൽ പെടുന്നവ. അടുത്ത ചോദ്യം 53. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത ജനകീയ ചെറുത്തുനിൽപ്പ് കലാപം. നമുക്കെല്ലാം അറിയാവുന്ന ഉത്തരമാണ്. ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം, ആറ്റിങ്ങൽ കലാപം. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ചോദ്യം 54. കുളച്ചിൽ യുദ്ധത്തിനു ശേഷം തിരുവിതാംകൂർ സൈന്യത്തിന്റെ വലിയ കപ്പത്തി അടുത്ത ചോദ്യം നോക്കാം. ചോദ്യം 54. കുളച്ചിൽ യുദ്ധത്തിനു ശേഷം തിരുവിതാംകൂർ സൈന്യത്തിന്റെ വലിയ കപ്പിത്താനായി മാറിയത് ആരാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ് ഡിലനോയി. ചോദ്യം 55. താഴെ തന്നിരിക്കുന്നവയിൽ പരസ്പര ബന്ധമല്ലാത്ത ജോഡിയാണ് കണ്ടെത്തേണ്ടത്. ഇവിടെ തന്നിരിക്കുന്ന 1, 2 ജോഡികൾ, അതായത് മാവിലത്തോട് വേലുത്തമ്പി ദളവ, മണ്ണടി പഴശ്ശിരാജ എന്ന് പറയുന്നത് തെറ്റായ ജോഡികളാണ്. അപ്പൊ നമുക്കിവിടെ തെറ്റായ ജോഡി എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, 1ഉം 2ഉം. ഇതിന്റെ ശരിയായ ഉത്തരം എന്ന് പറയുന്നത് മാവിലത്തോട് പഴശ്ശിരാജയും മണ്ണടി വേലുത്തമ്പി ദളവയും ആണ്. ചോദ്യം 56. താഴെ തന്നിരിക്കുന്ന സംഭവങ്ങളുടെ ശരിയായ കാലഗണന ക്രമം. ഇവിടെ തന്നിരിക്കുന്നവയിൽ ആദ്യം നടന്നത് എന്ന് പറയുന്നത് കുണ്ടറ വിളംബരമാണ്. പിന്നീട് നടന്നത് കുറച്ചി കലാപം, അത് കഴിഞ്ഞ് പൂക്കോട് കലാപം, 4മതായി നടന്നതാണ് മൊറാറ സമരം. അപ്പൊ ശരിയായ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. അടുത്ത ചോദ്യം 57. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ ജോഡി ഏതാണ്? ഇവിടെ തന്നിരിക്കുന്നവയിൽ ശരിയായിരിക്കുന്നത് ഓപ്ഷൻ സി ആണ്, ചട്ടമ്പി സ്വാമികൾ വേദാധികാര നിരൂപണം. അടുത്ത ചോദ്യം 58. സാമൂഹ്യ പരിഷ്കർത്താവായ ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചുള്ള തെറ്റായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ഇവിടെ തന്നിരിക്കുന്നവയിൽ 2ഉം 4ഉമാണ് തെറ്റായ പ്രസ്താവനകൾ. ശ്രീനാരായണ ഗുരുവിന്റെ പ്രസിദ്ധീകരണങ്ങളല്ല പ്രാചീന മലയാളവും ആദിഭാഷയും. സമത്വ സമാജത്തിന്റെ സ്ഥാപകൻ ശ്രീനാരായണ ഗുരു അല്ല. ഇവ രണ്ടുമാണ് തെറ്റായ പ്രസ്താവനകൾ. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ചോദ്യം 59. സാധുജന പരിപാലന സംഘത്തിന്റെ സ്ഥാപകൻ. എല്ലാവർക്കും അറിയാവുന്ന ഉത്തരമാണ്, ഓപ്ഷൻ സി ആണ്, അയ്യങ്കാളി. ചോദ്യം 60. ആഴമേറും നിൻമഹസ മാഴിയിൽ ഞങ്ങളാകവേ ആഴണം വാഴണം നിത്യം വാഴണം വാഴണം സുഖം. ഇത് ഏതിലെ വരികളാണ്? ശരിയായ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, ദൈവദശകം. ശ്രീനാരായണ ഗുരു എഴുതിയ ദൈവദശകത്തിലെ വരികളാണ് ഈ തന്നിരിക്കുന്നത്. അടുത്ത ചോദ്യം 61. വായു മലിനീകരണം അളക്കുന്നതിനും അന്തരീക്ഷത്തിലെ സൾഫർ ഡയോക്സൈഡിന്റെ സാന്നിധ്യം തിരിച്ചറിയുന്നതിനും സഹായിക്കുന്ന പ്രകൃതിദത്ത സൂചകങ്ങൾ ഏതാണ്? ശരിയായ ഉത്തരം എന്ന് പറയുന്നത് ലൈക്കണുകളാണ്. അടുത്ത ചോദ്യം നോക്കാം. ചോദ്യം 62. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനയും അതിനുള്ള കാരണവും ശ്രദ്ധാപൂർവം വായിച്ച് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. ഇവിടെ തന്നിരിക്കുന്ന പ്രസ്താവന എന്ന് പറയുന്നത് മികച്ച ഇനം വിത്തുകൾ ഉൽപ്പാദിപ്പിക്കുന്നതിനായി ശാസ്ത്രജ്ഞരും കർഷകരും കൃത്രിമ പരാഗണം നടത്താറുണ്ട്. പ്രസ്താവന ശരിയാണ്. കാരണമായി നൽകിയിരിക്കുന്നത് ആൺപൂവിലെ പരാഗരേണുക്കൾ അനുയോജ്യമായ പെൺപൂവിന്റെ തന്തുക്കളിൽ വീഴുമ്പോഴാണ് മികച്ച ഫലങ്ങൾ ഉണ്ടാകുന്നത്. എന്നാൽ ഇവിടെ തന്നിരിക്കുന്ന റീസൺ അല്ലെങ്കിൽ കാരണം എന്ന് പറയുന്നത് തെറ്റാണ്. അപ്പോൾ ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം, എ ശരിയാണ്, ആറ് തെറ്റാണ്. അടുത്ത ചോദ്യം 63. മലിനമായ മണ്ണ്, ജലം, വായു തുടങ്ങിയ ചുറ്റുപാടുകളിൽ നിന്ന് മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ സൂക്ഷ്മാണുക്കളെയും സസ്യങ്ങളെയും ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യ ഏതാണ്? ശരിയായ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, ബയോ റെമഡിക്കേഷൻ. അടുത്ത ചോദ്യം 64. ഭാഗ്യലക്ഷ്മി ഏത് സസ്യത്തിന്റെ സങ്കര ഇനമാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്, പയർ. അടുത്ത ചോദ്യം നോക്കാം. ചോദ്യം 65. താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ ശ്രദ്ധാപൂർവം വായിച്ച് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. ഇവിടെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ എയും ഡിയുമാണ് ശരിയായവ. കട്ടി കൂടിയ ഭിത്തിയും ഉയർന്ന മർദ്ദത്തിൽ ഹൃദയത്തിൽ നിന്നും രക്തം വഹിക്കുന്ന രക്തക്കുഴലുകളാണ് ധമനികൾ. അവയവങ്ങളിൽ നിന്ന് അവയവങ്ങളിലേക്ക് രക്തത്തെ വഹിക്കുന്ന രക്തക്കുഴലുകളാണ് പോർട്ടൽ സിരകൾ. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നതിൽ ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം. 66ാമത്തെ ചോദ്യം. മനുഷ്യ ശരീരത്തിൽ കാൽസ്യം ആഗീകരണം ചെയ്യുന്നതിന് സഹായിക്കുന്ന വിറ്റാമിൻ ഏതാണ്? സിമ്പിളായ ചോദ്യമായിരുന്നു. ഓപ്ഷൻ ബി ആണ് കറക്റ്റ്,
വിറ്റാമിൻ ഡി ആണ് ശരിയായ ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം, വിറ്റാമിൻ ഡി. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ചോദ്യം 67. ഡോട്ട്സ് ഏത് രോഗത്തിന്റെ ചികിത്സാ രീതിയാണ്? ഓപ്ഷൻ സി ആണ് കറക്റ്റായ ഉത്തരം, ക്ഷയരോഗത്തിന്റെ ചികിത്സാ രീതിയാണ് ഡോട്ട്സ്. 68ാമത്തെ ചോദ്യം. രോഗങ്ങളെപ്പറ്റി പഠിക്കാൻ ലാബിൽ വളർത്തുന്ന ചെറുതും ത്രിമാന ചോദ്യം 68. രോഗങ്ങളെപ്പറ്റി പഠിക്കാൻ ലാബിൽ വളർത്തുന്ന ചെറുതും ത്രിമാന രൂപത്തിലുള്ള ടിഷ്യൂ മാതൃകകളാണ്. ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം, ഓർഗനോയിഡ്. ചോദ്യം 69. കണ്ടൽ കാടുകൾക്കിടയിൽ എൻ്റെ ജീവിതം ആരുടെ ആത്മകഥയാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, കല്ലേൻ പൊക്കുടൻ. ചോദ്യം 70. മനുഷ്യ ശരീരത്തിൽ ഏത് ഹോർമോണിന്റെ ഏറ്റക്കുറച്ചിലുകളാണ് ദൈനംദിന ഉറക്കത്തെയും ഉണരലിനെയും സഹായിക്കുന്നത്? ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം, മെലാറ്റോണിൻ. അടുത്ത ചോദ്യം നോക്കാം. ചോദ്യം 71. വസ്തുക്കൾക്ക് സ്ഥാനം മൂലമോ കോൺഫിഗറേഷൻ മൂലമോ ലഭിക്കുന്ന ഊർജമാണ് സ്ഥിതികോർജം. ഓപ്ഷൻ എ ആണ് കറക്റ്റ്, സ്ഥിതികോർജം. ചോദ്യം 72. ജലത്തിന്റെ സാന്ദ്രത ഏറ്റവും അധികം ആകുന്ന താപനില 4 ഡിഗ്രി സെൽഷ്യസ് ആണ് ശരിയായ ഉത്തരം, ഓപ്ഷൻ സി. ചോദ്യം 73. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് ആവൃത്തിയിലുള്ള ശബ്ദമാണ് മനുഷ്യന് കേൾക്കാൻ സാധിക്കുന്നത്? ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം, 2000 ഹെർട്സ്. അടുത്ത ചോദ്യം 74. C12, C13, C14 എന്നിവ കാർബന്റെ പ്രകൃതിദത്ത ഐസോട്ടോപ്പുകളാണ്. ഇത് സ്ഥിരതയുള്ളതും ലഭ്യത കൂടുതലുമായ കാർബൺ ഐസോട്ടോപ്പ് ഏതാണ്? ശരിയായ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, C12. ചോദ്യം 75. ഇവയിൽ ഏതാണ് പ്രകൃതിദത്ത പോളിനോമിയൽ? ചോദ്യം 75. ഇവയിൽ ഏതാണ് പ്രകൃതിദത്ത പോളിമർ? ശരിയായ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, സെല്ലുലോസ്. ചോദ്യം 76. ഹരവസ്തുക്കൾക്ക് ചൂടാകുമ്പോൾ അവ നേരിട്ട് വാതകങ്ങളായി മാറുന്ന പ്രക്രിയയാണ് ഉൽപ്പതനം. ഇവിടുത്തെ ശരിയായ ഓപ്ഷൻ എ ആണ്, ഉൽപ്പതനം. അടുത്ത ചോദ്യം നോക്കാം. ചോദ്യം 77. ഉത്കൃഷ്ടവാതകങ്ങൾ അല്ലാത്ത മൂലകം. ഇവിടെ തന്നിരിക്കുന്നവയിൽ ഉത്കൃഷ്ട മൂലകം അല്ലാത്തതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആയിരുന്നു, സിലിക്കൺ. ക്രിപ്റ്റോൺ, ആർഗൺ, നിയോൺ എന്ന് പറയുന്നതൊക്കെ ഉത്കൃഷ്ടവാതകങ്ങളാണ്. ചോദ്യം 78. കലാമിൻ ഏത് ലോകത്തിന്റെ അയിരാണ്? നമുക്കറിയാം സിങ്കിന്റെ അയിരാണ് കലാമിൻ. അപ്പോൾ ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. 79. പവറിന്റെ SI യൂണിറ്റ് വാൾട്ട് ആണ്. വാഹനങ്ങളുടെയും മോട്ടോറുകളുടെയും പവർ കുതിരശക്തിയെ സൂചിപ്പിക്കാറുണ്ട്. എന്നാൽ ഒരു കുതിരശക്തി എന്ന് പറയുന്നത് എത്ര വാൾട്ടാണ്? ശരിയായ ഉത്തരം എന്ന് പറയുന്നത് 746. ഒരു കുതിരശക്തി എന്ന് പറയുന്നത് 746 വാട്ടാണ്. ചോദ്യം 80. ആൽക്കലൈൻ എർത്ത് ലോകങ്ങളിൽ അറ്റോമിക മാസ് ഏറ്റവും കൂടുതലുള്ള മൂലകം. ശരിയായ ഉത്തരം എന്ന് പറയുന്നത് റേഡിയം ആണ്. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ക്വസ്റ്റ്യൻ കോഡ് ബി ആണ്. അപ്പോൾ ഇനി വരുന്ന 81 തൊട്ട് 100 വരെയുള്ള ചോദ്യങ്ങൾ മാത്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ജസ്റ്റ് ആൻസേഴ്സ് മാത്രമാണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. 81ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ സി ആയിരുന്നു. 82 ഓപ്ഷൻ ബി, 83 ഓപ്ഷൻ സി, 84 ഓപ്ഷൻ ബി, 85 ഓപ്ഷൻ ഡി. 86ന് ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആയിരുന്നു. 87 ബി, 88 സി, 89 ബി, 90 എ, 91 സി, 92 ഡി, 93 സി, 94 ബി, 95 എ, 96 സി, 97 ബി ആയിരുന്നു, 98 എ, 99 ബി, 100 ഡി. ഇതായിരുന്നു ഇന്ന് നടന്ന എല്ലാ ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും. ഓൾമോസ്റ്റ് നമുക്കറിയാം ഇത് കണ്ടപ്പോൾ തന്നെ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു. ഒരു 80% എളുപ്പമുള്ള ചോദ്യങ്ങളായിരുന്നു വന്നത്. മാത്സ് ആയിരുന്നെങ്കിലും ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ രീതിയിലുള്ള ചോദ്യങ്ങളായിരുന്നു.
ഒട്ടുമിക്ക ക്വസ്റ്റ്യനുകളും നമ്മുടെ ചാനലിൽ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളാണ് വന്നത്. നമ്മൾ റീൽസായിട്ടും വീഡിയോസൊക്കെ ആയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്ത കുറേ കാര്യങ്ങൾ ചോദ്യമായിട്ട് കണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നി. അപ്പോൾ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടുമെന്ന് പ്ലീസ് കമൻറ്റ് ചെയ്യാം. പിന്നെ നമുക്ക് ഉച്ച കഴിഞ്ഞുള്ള എക്സാം മാറ്റി വെച്ചു. അതിൽ നമ്മൾ എന്താ പറയുക, ഒട്ടും വിഷമിക്കേണ്ട. ബിക്കോസ് നമുക്കൊരു ചാൻസും കൂടെ കിട്ടിയതാണ്. ഇനി നന്നായിട്ട് കുറച്ചും കൂടെ നന്നായിട്ട് ഈ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് എവിടെ നിന്നൊക്കെയാണ് ചോദ്യങ്ങൾ വന്നതെന്ന് മനസ്സിലാക്കി പഠിച്ചെഴുതാൻ വേണ്ടി ഒരു ചാൻസും കൂടെ കിട്ടിയതാണ്. അപ്പോൾ കിട്ടിയ ചാൻസ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. അപ്പോൾ അടുത്ത പരീക്ഷയിൽ ഇന്ന് എഴുതാൻ പറ്റിയെങ്കിൽ അതിൽ കൂടുതൽ നമുക്ക് എഴുതാൻ പറ്റുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പം നന്നായിട്ട് അടുത്ത പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. ഇപ്പം നമ്മൾ കണ്ടപ്പം തന്നെ മനസ്സിലായി, കേരള നവോത്ഥാനം, അത് ശ്രീനാരായണ ഗുരു, അയ്യങ്കാളിയൊക്കെ റിപ്പീറ്റായിട്ട് ചോദ്യങ്ങൾ വന്നു. അപ്പോൾ ഇതൊക്കെ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. അപ്പോൾ എല്ലാവർക്കും എക്സാം നന്നായിട്ട് എഴുതാൻ പറ്റിയെന്ന് തന്നെ വിശ്വസിക്കുന്നു. താങ്ക് യു.